പ്രൈസൻ ജെനീലിയ. എന്തോ How are you? I'm good, how are you? അബുദാബിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ? അമ്മ വന്നിട്ടുണ്ട്. ഹാപ്പി. അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു. ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയി. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജെനീലിയ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞല്ലേ, സൂപ്പർ അല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് സന്തോഷമായിരുന്നു അന്വേഷിച്ചത്. ജെനീലിയ കുട്ടി, എന്തോ എത്ര പേരുണ്ട് ഇന്ന് കൂടെ? 15 പേരോ? അന്ന് മറ്റേ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കാണിച്ച ആ കസിൻസ് ഒക്കെ ആണോ? അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഉണ്ടോ? യെസ്, എനിക്ക് നല്ല ഓർമ്മയുണ്ടോ? കുറച്ച് സന്തോഷം ജാസ്തി ഉണ്ടോ? ധൈര്യമാണ്, ധൈര്യം എല്ലാരും ഉണ്ടല്ലോ. ഭയങ്കര എക്സൈറ്റഡ് ബിക്കോസ് ഞങ്ങൾ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. തുടങ്ങാം നമുക്ക്. യെസ്, ഏതാ പാട്ട്? അവ്വാ ഹവ്വാ. ആഹാ, ഫൺ സോങ്. യെസ്, പോരട്ടെ, ഡീറ്റെയിൽസ്. സിനിമ സത്യം ശിവം സുന്ദരം, വർഷം 2000, മ്യൂസിക് വിദ്യാസാഗർ സർ, ലിറിക്സ് കൈതപ്രം സർ, പാടിയത് മനോജ് സാറും സ്വർണലത മാമും. ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു ഇന്ന് പെർഫോം ചെയ്യാനല്ലേ? യെസ്, അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ക്യാമറ റോൾ, ആക്ഷൻ. മനസ്സാകെ ഉന്മാദം അവ്വാ അവ്വാ, മനസ്സാകെ ഉന്മാദം അവ്വാ അവ്വാ, അവ്വാ അവ്വാ, അവ്വാ അവ്വാ, അവ്വാ അവ്വാ, അവ്വാ. മഴത്തുമ്പി പാടുന്നു, മയിൽപ്പേടയാടുന്നു, മണിച്ചില്ല പൂക്കുന്നു, മതിക്കുന്നു വർണ്ണങ്ങൾ. മനസ്സാകെ ഉന്മാദം അവ്വാ അവ്വാ, മനസ്സാകെ ഉന്മാദം അവ്വാ അവ്വാ. പൂവിനുല്ലാസം അവ്വാ അവ്വാ, പൂവിനുല്ലാസം അവ്വാ അവ്വാ, അവ്വാ അവ്വാ, അവ്വാ അവ്വാ, അവ്വാ അവ്വാ, അവ്വാ. മഴത്തുമ്പി പാടുന്നു, മയിൽപ്പേടയാടുന്നു, മണിച്ചില്ല പൂക്കുന്നു, മതിക്കുന്നു വർണ്ണങ്ങൾ.
സ്വരത്തേരിലെത്തുന്നു അവ അവ സ്വരത്തേരിലെത്തുന്നു അവ 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 മഴത്തുമ്പി പാടുന്നു മയിൽപ്പേടയാടുന്നു മണിച്ചില്ല പൂക്കുന്നു മതിക്കുന്നു വർണ്ണങ്ങൾ മനസ്സാകെ ഉന്മാദം അവ അവ മനസ്സാകെ ഉന്മാദം അവ 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 ഹേ ജനീലെ കുട്ടി എന്തോ എന്താ സംഭവിച്ചവിടെ? താങ്ക് യു സൂപ്പർ എനർജി, താങ്ക് യു സർ. ഫുൾ ഫാമിലി ഫുൾ എനർജി. അങ്ങനെ ആ എനർജി പകർന്നു കിട്ടിയ മാതിരിയാണ്. ഒരു ത്രസ്റ്റ് ഉണ്ടായിരുന്നു മോൾക്കുന്ന്. താങ്ക് യു സർ. നല്ല വോയിസിന്റെ ത്രോ വാസ് റിയലി റിയലി ഗുഡ്. താങ്ക് യു സർ. അത് പാട്ടും നല്ല എനർജി ഉള്ള പാട്ടാണ്. ആ എനർജി കംപ്ലീറ്റ് മോൾ ഇവിടെ കൊണ്ടുവന്നു. അവസാനം ഒന്ന് വഴിക്ക് വീണു. അതെന്താ സൂപ്പർ എക്സൈറ്റഡ് ആയാ? എക്സൈറ്റഡ് അല്ല, എനിക്ക് മുമ്പ് പാടുമ്പോൾ അതിനോട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക്. ആണോ? പക്ഷെ അവിടെ ഒന്നും അറിഞ്ഞില്ല. അവസാനത്തെ ലാസ്റ്റ് മാത്രമാണ് അയ്യോ അതെന്താ പറ്റിയത് അങ്ങനെ പോയി. സൂപ്പർ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് നല്ലതാണ്. പാടുന്ന സമയത്ത് അത് ശരിക്കും എൻജോയ് ചെയ്ത് അവസാനത്തെ ഒരു ഇതിൽ മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ. സ്വരങ്ങൾ പാടിയപ്പോഴും അതോ സ്വരങ്ങൾ ഒന്ന് സീറ്റ് ആവാന്ന് തോന്നി. Otherwise, it was a very good performance. Thank you, sir. Superb energy. Thank you, sir. ഇത്രയും ഒരു എനർജിയോട് കൂടിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. Yes. അല്ലേ? സത്യം. Beautiful it was. Thank you, sir. നല്ല വിഷ്വൽ എന്താ പറയാ സെലിബ്രേഷൻ ആയിരുന്നു. ചിരകാല മോഹങ്ങൾ അനുരാഗ സന്ദേശം എഴുതുന്ന രാഗങ്ങളാ ആശാവസന്തങ്ങൾ പൊന്നോട് പൊങ്ങി കുളിക്കുന്ന യാമങ്ങളാ. ഫാമിലി എല്ലാവരും കൂടിയിട്ട് വന്ന് മോളെ എൻകറേജ് ചെയ്തേന് ഒരു സൂപ്പർ എനിക്ക് എല്ലാവരും ഒന്ന് ഫാമിലി മെമ്പേഴ്സ്. യെസ് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം. എനിക്ക് ഡയറക്ടർ ആരാണ്? ജനീലിയയുടെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഡയറക്ടർ പേരെന്താ? എന്റെ പേര് ഷൈൻ എന്നാ. ഷൈൻ. അപ്പൊ സൂപ്പർ ഡയറക്ടർ കേട്ടോ. നല്ല ഡയറക്ഷൻ. ഷൈൻ ഡയറക്ടർ. ഈ പടം ഭയങ്കര ഹിറ്റ് ആവും. സൂപ്പർ ഹിറ്റ് ആവും. പൂക്കാലം എന്നാണ് പടത്തിന്റെ പേര്. ഡയറക്ടർക്ക് പടത്തിന്റെ പേര് പൂക്കാലം സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഷൈൻ ചെയ്യട്ടെ. യെസ്. അടുത്തത് ഞാൻ ആശ, ജനീലയുടെ അമ്മയുടെ ചേച്ചി. സെയിം ശബ്ദം. എന്റെ പേര് ക്ലെയർ, ഞാൻ ജനീലയുടെ കസിനാണ്. അടിപൊളി ഡാൻസ് ആയിരുന്നു. കിഡിലും ഡാൻസ് ആയിരുന്നു കേട്ടോ. അമ്മയെ പിന്നെ നമുക്ക് പരിചയമില്ല. അച്ഛനെ പിന്നെ തീരെ അറിയില്ല. പക്ഷെ അബുദാബിയിൽ നിന്ന് ഇതിനായിട്ട് വന്നാണോ? അതെ ഇതിനായിട്ട് വന്നു. കേട്ടോ. ഞാനൊരു 3 days ആയി വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എത്ര നേരത്തെ വന്നതാണോ? അല്ല, പ്രാക്ടീസ് നമ്മൾ ഇവിടെ വന്നിട്ടാണല്ലോ ചെയ്യുന്നത്. ശരി, അടിപൊളി. ജനീലയുടെ പപ്പ എന്തൊക്കെയോ വന്ന് ഡയറക്ഷൻ ഒക്കെ കൊടുത്തിരുന്നല്ലോ. കൊറിയോഗ്രാഫർ ആണോ? കൊറിയോഗ്രാഫർ. ആ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇങ്ങനെ ആക്കിയായിരുന്നല്ലോ. അത് ചേട്ടൻ അപ്പം മാത്രമേ ഓർമ്മ വരൂ. ഒന്നും കൂടെ കാണിച്ചു തരുമോ? ഞാൻ അറിഞ്ഞില്ല, എനിക്ക് ഓർമ്മയില്ല. ആദ്യമായിട്ട് ഡാൻസ് ചെയ്യുവാ. ആണോ? അപ്പൊ ഒരു കയ്യടി എന്തായാലും കൊടുക്കണം. നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായി. താങ്ക് യു. അടുത്തത് എന്റെ പേര് ജേക്കബ് ഫെയിൻ. ജേക്കബിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ. അതെ, ഇവിടെ വന്ന സമയത്ത്. അതെ. ഞാൻ ഡെന്നി പ്രൈസിന്റെ അനിയനാണ്. നിങ്ങൾ സൂപ്പർ ആയിരുന്നു രണ്ടുപേരും. വേറെ ലെവൽ. ആ വന്നപ്പോഴത്തേക്ക് തെന്നം തെയ്യെണ്ണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വരവുണ്ടായിരുന്നു. ഇങ്ങനെ വാസ് അമേസിംഗ്. എന്റെ പേര് സോഫിയ, വൈഫാണ്. യെസ്, രണ്ടുപേരും. ആ എൻട്രി ഒരു രക്ഷയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തകർത്ത്. മാത്രമല്ല നല്ല അടിപൊളി കപ്പിള് അവിടെ കാണാൻ വേണ്ടിട്ട്. ആ കോസ്റ്റ്യൂമും ആ മേക്കപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അയ്യോ അങ്ങനൊന്നുമില്ല, ചുമ്മാ സ്കൂളിലൊക്കെ ജസ്റ്റ് പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ ഒന്ന് നന്നായിരുന്നു. ഇനി ചെറിയ ആൾക്കാരെ പരിചയപ്പെടാം. എന്റെ പേര് ഹിത, ഞാൻ ജനീല ചേച്ചിയുടെ കസിനാണ്. എന്റെ പേര് ജോഷ്വിൻ, ഞാൻ ജനീല ചേച്ചിയുടെ കസിനാണ്. കസിൻ. എന്റെ പേര് ജസ്വിൻ, ഞാൻ ജനീല ചേച്ചിയുടെ കസിനാണ്. അയ്യോടാ, കുട്ടി കസിൻസ് അല്ലേ? ജനീലെ കുട്ടിയാ. വേറെ ആരാ പാട്ട് പാടുന്നതില്? വേറെ ആരാ? ഷൈൻ പാടും അല്ലേ? ഡയറക്ടർ പാടാം, ചെറുതായിട്ട് പാടാം.
നീലവാനച്ചോലയിൽ വാവ്. നീന്തിടുന്ന ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. ജനീലക്കുട്ടറെ വീട്ടിലപ്പോ ബാലേന്ദ്രൻ മേനോനുണ്ട്. ഞാൻ കലാഭവനിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു, മണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അത് ശരി. ഓ, അതാണ്. പിന്നെ ഞാനിപ്പോ ഇന്റീരിയർ ഡിസൈനിങ്ങും അതിന്റെ കോൺട്രാക്ട് ജോലികളും ഒക്കെ ചെയ്യുക. ഓക്കെ. 32 വർഷമായിട്ട് ശരി. അങ്ങനെ ഒരു തൊഴിലിലേക്ക് മാറി. ഓൾറൗണ്ടർ ആണ്. അപ്പം അപ്പൊ ഈ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുക. അപ്പൊ ഇപ്പൊ സാറ് ചോദിച്ചോണ്ട് രണ്ടുപേരും ഇങ്ങനെ ആ ഒരു പാടി. ഫയർ തിരിച്ചു വന്നു അല്ലേ? എന്തായാലും അടിപൊളി. നിങ്ങളുടെ മുന്നിൽ പാടാൻ പറ്റിയത് കൊണ്ട് വളരെ സന്തോഷം. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. താങ്ക് യു. നമുക്ക് പഴയ പ്രണയവും പുതിയ പ്രണയവും കേൾക്കാൻ പറ്റി. താങ്ക് യു. യെസ്, താങ്ക് യു സോ മച്ച്. ഫാമിലി ഇവിടെ ഇരിക്കാം. അതെ. ജെനി, എന്തോ അസാധ്യമായിട്ടുള്ള മൊമെന്റ്സ് ആണ് കേട്ടോ. താങ്ക് യു സർ. ഹവ കി തര സംഗീത് ആയ. അതിന് മനസ്സിലായോ? കാറ്റ് പോലെ ഇല്ല, സംഗീതം സംഗീതം വന്നു. വന്നു. ആ, കാറ്റ് പോലെ വന്നു. കാറ്റ് പോലെ വന്നു. ഹവ കി തര. ഓ, അങ്ങനെ ഓ, എടുക്കാം. ബഹുത് കഷ്ടപ്പെട്ട ആദ്മി ഹൈ. അതെ. ഈ എക്സൈറ്റ്മെന്റ് ലെവൽ നമുക്ക് എത്ര വേണം ഒരു പാട്ട് പെർഫോം ചെയ്യാൻ? മിനിമം ഒരു മീഡിയം ലെവൽ. അതിന് എക്സൈറ്റ്മെന്റ് മീറ്റർ ഉണ്ടോ? മിനിമം ഒരു നോർമൽ റേഞ്ചിൽ വേണം. നോർമൽ അല്ല, കുറച്ചും കൂടെ മേളിലോട്ട് പോയാലും കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ അബ്നോർമൽ ലെവലിലേക്ക് മാറാൻ പാടില്ല. അങ്ങനെ എനിക്ക് തോന്നി കുറച്ച്. ആ, പക്ഷെ അത് ഫാമിലി കൂടെ ഉണ്ട്. ഈ വേദിയാണ്, ഈ വേദിയെ ഇത്രയധികം സ്നേഹിക്കുകയാണ് ജെനി. അപ്പൊ നാച്ചുറലി ഇറ്റ് ഇസ് വെരി നാച്ചുറൽ ടു ഗെറ്റ് എക്സൈറ്റഡ് അബൌട്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഉന്മാദ അവസ്ഥ, ഈ പാട്ടിൽ തന്നെ ഉന്മാദം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഉന്മാദ അവസ്ഥ വരുന്നത്. അതൊരു പെർഫോമറിന് അത് സൂപ്പറാണ് കേട്ടോ, സംശയമില്ല. ഞാനത് ഇഷ്ടപ്പെടുന്ന ആളാണ്. താങ്ക് യു സർ. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലേക്ക് അത് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ സ്വരം പാടിയ സ്ഥലത്ത് എന്ത് പറ്റി? പ്ലേസ്മെന്റ് കറക്റ്റ് ആയില്ല. ആ, കറക്റ്റ് ആയില്ല, അത് കയ്യിൽ നിന്ന് പോയി. അപ്പൊ അതുപോലെ ഇപ്പൊ അരയന്നം ഒഴുകുന്ന വനമുല്ല ഒഴിയുന്ന എന്നുള്ള ആ ഫ്രേസൊക്കെ കുറച്ച് ശ്രുതി കയ്യിൽ നിന്ന് പോയി. അപ്പൊ കയ്യിൽ നിന്ന് പോയ ചില ഫ്രേസസ് ഉണ്ടായിരുന്നു. പക്ഷെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അതിനെ ബ്യൂട്ടിഫുൾ ആക്കിയ ഒരുപാട് ഫ്രേസസ് ഉണ്ടായിരുന്നു. താങ്ക് യു സർ. കഴിഞ്ഞ പെർഫോമൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ജെനിലി എങ്ങോട്ടാ ഗ്രാഫ് ഇങ്ങനെ പോവാ. ഇങ്ങനെ പോവാ. അതിന് ഇപ്പൊ തന്നെ ഒരു 70 degrees ആണ് സ്ലോപ്പ്. അതിങ്ങനെ 90 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുത്തനെ ഒരൊറ്റ പോക്ക്. ഒരൊറ്റ പോക്ക്. താങ്ക് യു സർ. അപ്പൊ അമൃതം പോലുള്ള ടാലന്റ് ഉള്ള ഒരാളാണ്, അത് മനസ്സിലാക്കണം. ആ രീതിയിൽ നമ്മുടെ ടാലന്റിനെ പെർഫോമൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അണ്ടർലൈൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗോ അഹെഡ്. ഓക്കെ, താങ്ക് യു സർ. ജനീലക്കുട്ടി, എന്തോ ജനീലക്കുട്ടിയുടെ ഉള്ളിലത്തെ ആ ഒരു പെർഫോമർ ഇന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. ചേച്ചി, എനിക്ക് ഈ കോസ്റ്റ്യൂമും ആ ഒരു സെറ്റപ്പും ആ എൻറ്റയർ ഫാമിലിന്റെ ആ സപ്പോർട്ടും ഒക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. താങ്ക് യു ചേച്ചി. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഇത് വിദ്യാസാഗർ സാറിന്റെ പാട്ടാണ്. അപ്പൊ അതില് മെലഡി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മെലഡീസ് എസ്പെഷ്യലി അനുപല്ലവി ചരണമൊക്കെ ആ ഭംഗിയിൽ അങ്ങ് പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ജനീല കുട്ടീൻ്റെ അറ്റംപ്റ്റ് വാസ് ഗുഡ്. മെലഡീസ് പാടുന്നതിൽ മാത്രമല്ല, ഡ്യുവറ്റ് സോങ്ങും കൂടിയാണ് അല്ലേ? ആ തിത്തനും തെയ്യനും ഒക്കെ എനിക്കറിയാം, നല്ല പണിയാ പാടാൻ വേണ്ടിയിട്ട്. അത് അവിടെ കിടക്കുകയാണ്. അതുപോലെ ആ സ്വരം, പിന്നെ ചില റണ്ണുകള്, തിത്തന്നം എന്തോരു റൺസ് ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ഈ രീതിയിൽ തന്നെ പാടിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സൂപ്പറാ. ജനീല കുട്ടി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കും ഇതുപോലെ എന്താ പറയാ, നല്ല എക്സൈറ്റഡ് ആയി പോയോ എന്നുള്ള ഒരു സംശയം വന്നു. പക്ഷെ അത് ശരിയാവും. അതാ ഒരു എന്താ പറയാ, നമ്മൾ ചെയ്ത് നമ്മൾ ആ ലെവൽ ഡിസ്കവർ ചെയ്യും. കാരണം
ഞാൻ പെർഫോം ചെയ്യുമ്പം സൂപ്പർ എക്സൈറ്റഡ്, ഹൈപ്പർ എക്സൈറ്റഡ് ആവുന്ന ഒരാളാണ് ഞാൻ. മുന്നേന്ന് പറഞ്ഞാൽ കിതയ്ക്കാൻ തുടങ്ങും ഞാൻ പാടിയിട്ട്. എക്സൈറ്റ്മെന്റ് കൂടി ഒരു പല്ലവി കഴിയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കിതക്കാൻ തുടങ്ങും. പക്ഷെ പിന്നെ പിന്നെ ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. സ്വയം പറയും യെസ് കൺട്രോൾ, ആര്യദയാൽ യു ക്യാൻ ഡു ഇറ്റ്, ആര്യദയാൽ യു ക്യാൻ ഡു ഇറ്റ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞ് മെല്ലെ 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 ഞാൻ അതിനെ ഒന്ന് ഒതുക്കി ഒതുക്കി വേണ്ട സ്ഥലത്ത് മാത്രം കൺട്രോൾ ചെയ്യാൻ പഠിച്ച ഒരാളാണ്. അതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. മിടുക്കി. അതുപോലെ സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, ഐ ആം തിങ്കിങ് ഓഫ് യു ജനീല, അങ്ങകലെ എരുതിക്കടലിൻ അക്കരെ അക്കരെ ദൈവം ഇരിപ്പോ കാണാ കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഈ സിനിമയില് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ആണ്, ഹരിഹരൻ സാറിന്റെ. അപ്പൊ അതിന്റെ ഒരു കുറച്ച് വരി പാടിത്തരാം. ദൂരത്തു കണ്ട അറിയാത്ത ഭാവം, അരികത്ത് വന്നാൽ ആതിരാ പാൽക്കൂടം, മുള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക്, കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം, മുളയുന്ന പൂമൈ മദനന്റെ വില്ല്, മലരമ്പ് പോലെ നിറമുള്ള നാണും, വിടരുന്ന പനിനീർ പരുവം മനസ്സിനുള്ളിൽ. സലോമൻ 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 സനിധ സസലേ സനിധ സസലേ ഇളമാൻ കണ്ണിലൂടെ I'm thinking of you, ഇളനീർ കനവിലൂടെ I'm thinking of you. ജനലിയ. താങ്ക് യു ജനീല കുട്ടി, ഇന്നത്തെ സ്റ്റൈലിഷ് പെർഫോമൻസിന് നമ്മുടെ സ്റ്റൈലിഷ് ആയ ജനീല കുട്ടിക്ക് കൊടുക്കുന്ന മാർക്ക് ഇസ് 98 out of 100. അപ്പൊ ജനീലിയ കുട്ട, എന്നും നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത്, ഇന്ന് നമ്മളൊരു കൂട്ടമായിട്ട് വന്നു. എല്ലാരെയും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.